അപ്പോൾ പുതിയൊരു വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഓവർഫ്ലോ ആണ്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫിഷ് ടാങ്കിലൊക്കെ നല്ല എക്സസ് ആയിട്ട് വെള്ളം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഓവർഫ്ലോ ഇല്ലാത്ത ഫിഷ് ടാങ്കൊക്കെ ആണെങ്കിൽ മീൻ നിറഞ്ഞ് പുറത്തേക്ക് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഈ ഒരു വീഡിയോ ഞാൻ ടിക്ടോക്കിൽ കണ്ടതാണ്, ചെറിയൊരു ക്ലിപ്പിങ്സ്. അപ്പോൾ ഞാൻ ഇത് യൂട്യൂബിൽ ഇതുവരെ ഈ ഒരു അറിവുണ്ടോ, ഈ വീഡിയോ ഉണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ കാണാത്തവർക്കായിട്ട് അതാണ് ഞാൻ തംബ്നെയിൽ ഇട്ടത് യൂട്യൂബിൽ ആദ്യം. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു ഫിഷ് ടാങ്കിൻ്റെ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഇന്നലെ രാത്രിയത്തെ മഴ പെയ്തിട്ട് നല്ലപോലെ നിറഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി ആണ്ട് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ആ മീനുകൾക്ക് ആ തൊടിയിലൂടെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് വന്നത്. അപ്പോൾ ഇതിപ്പോൾ സിമെൻറ്റ് ടാങ്ക് ആയതുകൊണ്ട് തന്നെ ഇത് കൺസ്ട്രക്ഷനിലെ ഡിഫക്റ്റ് ആണെന്ന് പറയാം. അതായത് ഫിഷ് ടാങ്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ ശരിക്കും നമുക്ക് ഓവർഫ്ലോ സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു പൈപ്പ് ഇട്ടിട്ട് എത്ര ലെവലിൽ വെള്ളം വേണം അവിടെ വെച്ചിട്ട് നമുക്ക് നിർത്താൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഫിഷ് ടാങ്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഓവർഫ്ലോ കിട്ടാതെ വെറുതെ 2 പോർഷൻ ആക്കിയിട്ട് ഉണ്ടാക്കിയ കുഴിയാണ്. അപ്പോൾ ഇതുപോലത്തെ കുഴികളെ നമുക്ക് ഫ്രിഡ്ജ് ബോക്സിൻ്റെ സെറ്റപ്പായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ ഫ്രിഡ്ജ് ബോക്സിൽ ഫിഷൊക്കെ വളർത്തുന്നവർക്ക്, മീൻ വളർത്തുന്നവർക്ക് ഓവർഫ്ലോ സെറ്റ് ചെയ്യാന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. കാരണം ഒരു പൈപ്പൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു ഐഡിയ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യും, വർക്കൗട്ടാണ്. അപ്പോൾ ഈ ഒരു ഐഡിയൻ്റെ ഈ ഒരു കൺസെപ്റ്റ്, അതായത് ഈ സെറ്റപ്പിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ 0 ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മളെ വീട്ടിലുള്ള വേസ്റ്റ് DIY എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നമ്മളെ ഈ വീട്ടിലുള്ള സംഭവങ്ങൾ മതി ഈ ഒരു ഐഡിയ സെറ്റ് ചെയ്യാൻ. അപ്പോൾ എൻ്റെ ഒരു ഫിഷ് ടാങ്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2 ഫിഷ് ടാങ്കും ഏകദേശം സെറ്റാണ്. പിന്നെ ആ സെപ്പറേറ്റ് ചെയ്ത ഉള്ളിൽ കൂടെ ഇൻ്റർ കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു ഫിഷ് ടാങ്കിൻ്റെ ലെവൽ ഡിഗ്രീസ് ചെയ്താൽ തന്നെ മറ്റേലെ വെള്ളം താനെ കുറഞ്ഞോളും, കാരണം ഉള്ളിൽ കൂടെ കണക്ഷൻ ഉണ്ട്. ഞാൻ എൻ്റെ വേറൊരു ഫിഷ് ടാങ്ക് കാണിച്ചു തരാം. അപ്പോൾ അത് സിമെൻറ്റ് ടാങ്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി അതിലൊരു ഹോളൊക്കെ ഇട്ട്, അതായത് ഓവർഫ്ലോ സെറ്റപ്പ് ചെയ്തു. ഒരു പൈപ്പ് ഇട്ടിട്ട് അത് മീൻ പോവാതെക്കാൻ അതിൻ്റെ പുറത്ത് വലയിട്ട് സെറ്റാക്കി. അപ്പോൾ അത് ഇനിയിപ്പോൾ എത്ര മഴ പെയ്താലും ആ ഒരു ലെവലിലെ വെള്ളം നിൽക്കുള്ളൂ, ബാക്കി ഓവർഫ്ലോ ആയി പോയിക്കോളും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. ഓവർഫ്ലോ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തുള്ള ബെനിഫിറ്റ്. മെയിൻലി ഐഡിയ വർക്കൗട്ട് ആവുക ഫ്രിഡ്ജ് ബോക്സ് ഉള്ളവർക്കാണ്. അപ്പോൾ വിത്തൗട്ട് എനി ഫോർദർ ഡ്യൂ നമുക്ക് പണി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു വാട്ടർ ബോട്ടിൽ സെറ്റ് ചെയ്യണം. ഒരു ചെറിയ വാട്ടർ ബോട്ടിൽ മതി. ചെറുതെന്ന് വെച്ചാൽ ഒരു മിനിമം ഒരു 1 ലിറ്ററെങ്കിലും വേണം. അപ്പോൾ 1 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിൽ സെർച്ച് ചെയ്ത് നമ്മൾ ഇറങ്ങിയത് വീട്ടിൽ പഴയ സാധനങ്ങൾ വയ്ക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ 1 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിലില്ല, വെള്ളം കുപ്പി ഇല്ലെങ്കിൽ നേരെ നമ്മൾ ഫ്രിഡ്ജിൽ പോയി നോക്കിയാൽ ഇഷ്ടം പോലെ വെള്ളം കുപ്പി, വാട്ടർ ബോട്ടിൽ വേസ്റ്റ് എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഗോൾഡൻ കപ്പി വളർത്തുന്ന ജസ്റ്റ് ഒരു ടാങ്ക്, അതിൻ്റെ അടുത്തൊരു അക്വറിയത്തിൽ നമുക്കൊരു വാട്ടർ ബോട്ടിൽ സെറ്റ് ആയിട്ടുണ്ട്. ഒരു ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ, 1 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിലാണ്. അപ്പോൾ ഇതിൻ്റെ അടപ്പ് നമുക്ക് വേണ്ട, അടപ്പ് ഒഴിവാക്കണം. പിന്നെ ഒരു അക്വറിയത്തിൻ്റെ പർപ്പസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുപ്പി ഒന്ന് ക്ലീൻ ചെയ്യാം. ഇതിപ്പോൾ ഫിനോയിലിൻ്റെ കുപ്പിയാണെന്നുള്ള ചെറിയ ഡൗട്ടുണ്ട്. എനിവേ അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. ഒരു കുപ്പി കൂടെ നമുക്ക് ബാലൻസ് കിടക്കുന്നുണ്ട്, അത് നമുക്ക് എന്തെങ്കിലും റെഡിയാക്കാം. അപ്പോൾ കുപ്പി സെറ്റായി. ഇനി നെക്സ്റ്റ് നമുക്ക് കുപ്പിയിലേക്കുള്ളൊരു കണക്ഷൻ, ഒരു പൈപ്പ് സെറ്റാക്കണം. അപ്പോൾ കുപ്പി റെഡി. ഇനി നമുക്ക് പൈപ്പ് വേണം. പൈപ്പ് നമ്മളെ ഗാർഡനൊക്കെ നനയ്ക്കുന്ന പൈപ്പ് ഉണ്ടല്ലോ, നമ്മൾ ടാപ്പിൽ നിന്നൊക്കെ എടുക്കുന്ന പൈപ്പ്. ആ ഒരു പൈപ്പിൻ്റെ ചെറിയൊരു ജസ്റ്റ് ഒരു മിനിമം നമ്മുടെ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മളെ മീൻകുഴി, അതായത് ഫിഷ് ടാങ്കിൻ്റെ ഡെപ്തിന് വലിപ്പത്തിനനുസരിച്ച് ജസ്റ്റ് എന്തായാലും 1 മീറ്റർ ലെങ്ത്ത് വേണ്ടി വരും. അപ്പോൾ 1 മീറ്റർ ലെങ്ത്ത് ഇങ്ങനെ മുറിച്ചെടുക്കുക. പഴയ പൈപ്പാണെങ്കിൽ മതി, പുതുതാണെങ്കിൽ പുതുത് തന്നെ വേണമെന്നില്ല, പഴയ പൈപ്പ് മതി. ഇതിപ്പോൾ തൊടി കിടക്കുന്ന പൈപ്പ് ആയതുകൊണ്ട് തന്നെ ചളിയുണ്ട്, അത്യാവശ്യം നല്ല ചളിയുണ്ട്. അപ്പോൾ ചളിയൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് ആണ് ബാക്കി പരിപാടി. അപ്പോൾ നമ്മുടെ പൈപ്പ് സെറ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കഴുകിയെടുത്ത പൈപ്പ് നേരെ നമ്മുടെ കുപ്പിയിലേക്ക് ഇങ്ങനെ ഇറക്കി വയ്ക്കുക. അപ്പോൾ കുപ്പിയിലേക്ക് ഇറക്കി വയ്ക്കുമ്പോൾ ചെറുതായിട്ടൊരു ലൂസ് വേണം, കാരണം ഓവർഫ്ലോ ആയിട്ട് പുറത്തേക്ക് പോകുന്ന വെള്ളം ഈ ഒരു ഗ്യാപ്പിലൂടെയാണ് പുറത്തേക്ക് പോകേണ്ടത്. അപ്പോൾ പൈപ്പിൻ്റെ എന്താ പറയുക, ഡയമീറ്ററും കുപ്പിയുടെ ഡയമീറ്ററും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് വേണം. ഇങ്ങനെ കുപ്പി പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ വെള്ളം പുറത്തേക്ക് പോകില്ല. അപ്പോൾ ഈ ഒരു ചെറിയ ലൂസെങ്കിലും വേണം. നോർമലി 1 ലിറ്ററിൻ്റെ പൈപ്പ് 1 ലിറ്ററിൻ്റെ കുപ്പി ഏകദേശം ഒരു 3/4 ഇഞ്ച് ലെങ്ത്ത് ഡയമീറ്ററുള്ള പൈപ്പ് എടുത്താൽ മതി. നെക്സ്റ്റ് വേണ്ടത് നമുക്ക് ഇതുപോലെ ഒരു കമ്പി. ഇത് നമ്മൾ ഗ്രില്ലുണ്ടല്ലോ, ഗ്രില്ല് നമ്മുടെ ഇൻഡസ്ട്രി പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഗ്രില്ല്. അപ്പോൾ ആ ഗ്രില്ലിൽ നിന്ന് ഒടിച്ചെടുത്ത ചെറിയൊരു കമ്പി കഷ്ണം. അപ്പോൾ ഒരു കമ്പി കഷ്ണം നമ്മുടെ അതായത് നമ്മൾ ഈ ഫിഷ് ടാങ്കിലേക്കാണ് അത് ഇറക്കി വെക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പിൽ അത് സെറ്റ് ചെയ്യുക. അതിൻ്റെ ഷേപ്പിൽ സെറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു കർവിൽ നമ്മുടെ പൈപ്പ് ഒന്ന് മടങ്ങാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ നമുക്ക് ഈ ഒരു സെറ്റപ്പ് നമ്മുടെ PVC പൈപ്പൊക്കെ വെച്ച് ചെയ്യാം. അപ്പോൾ ബെൻഡ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല എക്സ്പെൻസാണ്. ഇതാകുമ്പോൾ 0 ബഡ്ജറ്റാണ്, നമ്മുടെ പരിപാടി സ്മൂത്തായിട്ട് നടക്കുകയും ചെയ്യും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഇറക്കി വയ്ക്കാം. ഇനി അതിൻ്റെ തലക്കിൽ നമ്മുടെ നേരത്തെ സെറ്റാക്കി വെച്ച കുപ്പി കൂടെ വെക്കണം. ഇനി ഇതിൻ്റെ ഓപ്പറേഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എയർ ടൈറ്റ് ആക്കണം. എയർ ടൈറ്റ് ആയാലും എന്താ പറയുക, നമ്മുടെ ഫിഷ് ടാങ്കിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അത് ഓവർഫ്ലോ ആയിട്ട് പോവുള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ലെവൽ സെറ്റ് ചെയ്യണം.
അപ്പോൾ എത്രത്തോളം വെള്ളമാണോ നമ്മുടെ ഫിഷ് ടാങ്കിലേക്ക് ഓവർഫ്ലോ അതായത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തേണ്ടത് ആ ഒരു ലെവലിലായിരിക്കണം നമ്മുടെ കുപ്പി നിർത്തേണ്ടത്. അതായത് എത്ര വെള്ളം നമുക്ക് താഴണം അതേ ലെവലിൽ നമ്മുടെ കുപ്പി അഡ്ജസ്റ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ലെങ്ത് ഒന്നും കുപ്പി കല്ലുമ്മിലൊക്കെ കയറ്റി വയ്ക്കുക. അതിൻ്റെ ശേഷം നമ്മുടെ പൈപ്പിൽ എയർ ടൈറ്റ് ചെയ്യുക. അതായത് 2 ഭാഗത്ത് വെള്ളം നിറച്ച് കൈ കൊണ്ട് കുത്തിപ്പിടിച്ച് അറ്റേ ടൈം നമ്മുടെ കുഴിയിലേക്കും കുപ്പിയിലേക്കും ഒരേപോലെ ഇറക്കി വയ്ക്കുക. അപ്പോൾ ഞാൻ ഇപ്പം കിടക്കുന്ന ലെവലിനേക്കാളും താഴെയാണ് നമ്മുടെ കുപ്പി വെച്ചത്. അപ്പോൾ വെള്ളം ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ ഇങ്ങനെ ഓവർഫ്ലോ ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുപ്പിയുടെ ലെവലിൽ നമ്മുടെ ഫിഷ് ടാങ്കിൽ വെള്ളം എത്തിക്കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആവും. ഓക്കെ. പിന്നെ ചെറിയൊരു കാര്യം, അതായത് നമ്മളിപ്പോൾ പൈപ്പ് വെച്ചപ്പോൾ മീൻ, അതായത് നമ്മൾ വെള്ളം ഓവർഫ്ലോ ചെയ്ത് പോകുമ്പോൾ മീൻ അതിൻ്റെ ചെറിയ ഗപ്പീസൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പൈപ്പിൻ്റെ തുഞ്ചത്ത് ഇതുപോലത്തെ ഒരു ചെറിയ നെറ്റ് കെട്ടിയിടുക. പിന്നെ ഇപ്പോൾ നെറ്റിൻ്റെ ഉള്ളിലൂടെ മീൻ പോയാൽ നമ്മുടെ കുപ്പി ഉണ്ടല്ലോ, കുപ്പിയിൽ ആ മീൻ എന്തായാലും ഉണ്ടോ, നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒന്ന് സെറ്റപ്പ് കാണുന്ന പോലെ തന്നെ ചെറിയ രീതിയിലാണ് ഓവർഫ്ലോൻ്റെ ഫ്ലോ റേറ്റ്. അപ്പോൾ ഒരു ഡെയിലി ഒരു 1 day ഒക്കെ വേണ്ടി വരും ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും. പിന്നെ മഴ ഇങ്ങനെ പെയ്യുന്നതനുസരിച്ച് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തോളൂ. ജസ്റ്റ് ആ പൈപ്പിലെ എയർ ടൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി മൊത്തം ചീറ്റി പോകും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക, സംഭവം വർക്കല്ലേ എന്ന് സെറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ജസ്റ്റ് ഒരു ചെറിയ ഐഡിയ, 0 ഇൻവെസ്റ്റ്മെൻറ്റിലെ ഓവർഫ്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഐഡിയ ഇപ്പോൾ ഞാൻ ടിക്ടോക്കിൽ കണ്ടു. അപ്പോൾ എന്നെപ്പോലെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എനിവേ ഈ ഒരു വീഡിയോ യൂട്യൂബിൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിലൊന്നും പറയണില്ല, ജസ്റ്റ് നമുക്ക് വെറുതെ. അപ്പോൾ നിങ്ങൾ ആദ്യം ഇത് കാണാത്തവർക്ക് ഒരു പുതിയ വീഡിയോ എന്നുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം. അപ്പോൾ അടുത്തൊരു കിടിലൻ ക്രിയേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഹായ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഓവർഫ്ലോ സെറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് രാവിലത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതായത് 2 ഫിഷ് ടാങ്കിൻ്റെ ലെവൽ, വാട്ടറിൻ്റെ ലെവൽ ഏകദേശം നമ്മൾ നേരത്തെ ഓവർഫ്ലോൻ്റെ കുപ്പി സെറ്റ് ചെയ്തല്ല ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ മുകളിലൊരു കുട വെച്ചതെന്ന് വെച്ചാൽ ഓവറായിട്ട് നമ്മുടെ ഫിഷ് ടാങ്കിലേക്ക് മഴ ലഭിക്കുന്നത് നമ്മുടെ മീനുകൾക്ക് ചെറിയൊരു കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ തന്നെ സ്റ്റിൽ നമ്മുടെ വാട്ടർ ഫ്ലോ വർക്കിംഗ് ആണ്. കാരണം ഇപ്പോഴും വെള്ളം ചെറുതായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊന്നുമില്ല, ഓൾ ക്ലിയർ ആണ്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക സംഗതി വർക്ക്, അതായത് നമ്മുടെ എയർ ടൈറ്റ് അല്ലേന്ന്, പൈപ്പിൽ എയർ ടൈറ്റ് അല്ലേന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഓക്കെ.